നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിഭീകരമായ കൊടുങ്കാറ്റ്, ജീവന് തന്നെ ഭീഷണി. ഒട്ടനവധി ആളുകൾ മരിച്ചു വീഴുമെന്ന മുന്നറിയിപ്പാണ്. ഗതാഗത സർവീസുകളൊക്കെ തന്നെ റദ്ദാക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. തൊട്ടപ്പുറത്താകട്ടെ ഒരു തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം വീണ്ടും പൊട്ടിത്തെറിച്ചിരിക്കുന്നു. കിലോമീറ്ററുകൾ ദൂരം അവശിഷ്ടങ്ങളിൽ മൂടിക്കിടക്കുന്ന കാഴ്ച. ഒന്ന് ഇന്തോനേഷ്യയിലും മറ്റൊന്ന് അമേരിക്കയിലും. അമേരിക്കയിലെ ഫ്ലോറിസ് കൊടുങ്കാറ്റിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത്. ജനങ്ങൾ യാത്രകൾ ഒഴിവാക്കണമെന്നും കനത്ത ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ജനജീവിതത്തെ ദുസ്സഹമാക്കാനും ഒട്ടനവധി ജീവൻ നഷ്ടമാകാനും സാധ്യതയുള്ള ഒരു സവിശേഷ ദുരന്തം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളതെന്നും കാറ്റ് മണിക്കൂറിൽ 90 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ ആഞ്ഞടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ജീവൻ ഉറപ്പായും ഭീഷണിയുണ്ടെന്നുമാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. വെയിൽസ്, സ്കോട്ട്ലൻഡ്, വടക്കൻ അയർലൻഡ്, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കൊടുങ്കാറ്റ് ജീവന് ഭീഷണി ഉയർത്തുന്നതാണ് എടുത്തു പറയുന്നത്. ജനങ്ങൾ അതുകൊണ്ട് സുരക്ഷിതരായി വീട്ടിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശമുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കി ജീവൻ രക്ഷിക്കുക, സ്വയം സുരക്ഷിതരായിരിക്കുക. മെർസിഡൈസ്, ലാൻഷർ, കുംബ്രിയ, നോർത്ത് ഈസ്റ്റ്, സീഷർ, നോർത്ത് വെയിൽസ്, യോർക്ക്ഷയർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണിവരെ ഈ ജാഗ്രത ഇതുപോലെ പുലർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൽ ആംബർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രത്യേകമായി കനത്ത മഴയ്ക്കും അതുപോലെ കാറ്റിനുമുള്ള സാധ്യത. ഡംഫ്രൈസ്, ഓക്നെ, ഷെറ്റ്ലാൻഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് ഈ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോറിസ് കൊടുങ്കാറ്റ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് മാത്രമല്ല, ജീവൻ തന്നെ അപഹരിക്കും, ജീവന് ഭീഷണിയാണെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകാനും ഗതാഗത സംവിധാനങ്ങൾക്ക് തടസ്സമുണ്ടാകാനും പ്രത്യേകിച്ച് യാത്രകളൊക്കെ തന്നെ സേവനങ്ങൾ തടസ്സപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ്. ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെടും. അതുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ചില റൂട്ടുകളിൽ സർവീസുകളുടെ എണ്ണം കുറച്ച് ചിലതൊക്കെ തന്നെ റദ്ദാക്കി മുന്നോട്ട് പോവുകയാണ്. വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈനിക പരേഡുകൾ ഉൾപ്പെടെ ഒട്ടുമിക്ക പൊതുപരിപാടികൾ ഈ സാഹചര്യത്തിൽ റദ്ദാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്തോനേഷ്യയിലാകട്ടെ അവിടെയുള്ള സജീവ അഗ്നിപർവ്വതങ്ങളിലൊന്നായിട്ടുള്ള ലെവോട്ടോബി ലക്കിലാക്കി തുടർച്ചയായി 2ാം ദിവസവും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ജനങ്ങളാകെ പരിഭ്രാന്തരാണ്. 18 കിലോമീറ്ററോളം ദൂരമാണ് ഈ പൊട്ടിത്തെറിക്ക് പിന്നാലെ ചാരത്തിലും പുകയിലും മൂടിപ്പെട്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകമായ വസ്തുത. പക്ഷേ ഈ പൊട്ടിത്തെറിയിൽ മുൻകരുതൽ നടപടി വേണ്ടത്ര രീതിയിൽ സ്വീകരിച്ചതുകൊണ്ട് ആളപായം ഒന്നും തന്നെ ഇല്ല എന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ വെള്ളിയാഴ്ചയും സമാനമായി ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇരട്ട അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായിട്ടുള്ള ലെവോട്ടോബി ലക്കിലാക്കി പൊട്ടിത്തെറിച്ചിരുന്നു. അതിൽ 10 കിലോമീറ്ററോളം ദൂരത്തിലായിരുന്നു അന്ന് ചാരം മൂടിയത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 പൊട്ടിത്തെറിയും ഉണ്ടായി. 5 കിലോമീറ്റർ ദൂരത്തിലാണ് ലാവ ഒഴുകി പരന്നത്. അഗ്നിപർവ്വത മുഖത്ത് നിന്നും ചൂടേറിയ കല്ലുകളും മറ്റും 8 കിലോമീറ്റർ ദൂരത്തേക്കാണ് പതിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇവരെയും ഭയപ്പെടുത്തുന്നത്. വലിയ രീതിയിലുള്ള മഴയുടെ ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ പ്രദേശവാസികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മഴ പെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. 2010 ശേഷം ഇന്തോനേഷ്യയിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത പൊട്ടിത്തെറി തന്നെയാണ് ശനിയാഴ്ച ഉണ്ടായത്. 2010 ജാവ ദ്വീപിൽ മെരാപ്പി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അന്ന് 350 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ആ പൊട്ടിത്തെറിയിൽ കിടപ്പാടം നഷ്ടമായി. 5000-ലധികം അടിയുള്ള ലെവോട്ടോബി ലക്കിലാക്കി ഫ്ലോറസ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഫോടനം ബാധിച്ചേക്കാൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് സമീപ പ്രദേശത്തുള്ളത്. മുൻകരുതൽ നടപടി എന്നോണം തന്നെ ആളുകളെ സർക്കാർ താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 120 സജീവ അഗ്നിപർവ്വതങ്ങൾ ഇന്തോനേഷ്യയിൽ മാത്രമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു റഷ്യയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 500 വർഷത്തിനിടയിലാണ് റഷ്യയിലെ കംചത്ക ഉപദ്വീപിലെ ക്രാഷ്നിക്കോവ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ബുധനാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിന് പിറകെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.